മുൻ LDF കൺവീനർ EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ മാനേജർ AB ശ്രീകുമാർ അറസ്റ്റിൽ. കോട്ടയം ഈസ്റ്റ് പോലീസാണ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ശ്രീകുമാറിൽ നിന്നാണ് ആത്മകഥാ ഭാഗങ്ങൾ ചോർന്നത് എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, വിശദാംശങ്ങൾ എന്താണ്? സനീഷ, ഇപിയുടെ ആത്മകഥാ വിവാദ കേസിൽ ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. DC ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ മാനേജറായിരുന്ന കോട്ടയം ഈസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ വൈകിട്ടായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നതിനാൽ ശ്രീകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ AV ശ്രീകുമാർ മുഖേനയാണ് ആത്മകഥയുടെ ഭാഗങ്ങൾ ചോർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ DGPയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം ജില്ലാ പോലീസ് മേധാവി ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായിരുന്നു. അതായത് ശ്രീകുമാർ മുഖേനയാണ് ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തേക്ക് പോയതെന്നും മാത്രമല്ല കണ്ണൂർ ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിട്ടുള്ള രഘുനാഥിനെയാണ് EP ജയരാജൻ ആത്മകഥ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്നത്. തുടർന്ന് അത് പുസ്തകമാക്കാമെന്നുള്ള രീതിയിൽ വാക്കാലുള്ള ഒരു കരാർ പ്രകാരം രഘുനാഥും DC ബുക്സുമായിട്ട് ബന്ധപ്പെടുകയും തുടർന്ന് DC ബുക്സ് അത് ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും പക്ഷേ അതിൽ അധികമായിട്ട് EPയോ രഘുനാഥോ പറയാത്ത പല കാര്യങ്ങളും അധികമായിട്ട് DC ബുക്സ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യം കൂടി പോലീസ് ആ റിപ്പോർട്ടിൽ കണ്ടെത്തുകയും അല്ലെങ്കിൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGPയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം ഈസ്റ്റ് പോലീസ് FIR ഇട്ടുകൊണ്ട് 2 ആഴ്ചയ്ക്ക് മുൻപേ ഈ കേസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് AV ശ്രീകുമാറിനെ ഈ കേസിൽ 1-ാം പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടികൾക്ക് ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത്. DC ബുക്സിന്റെ മേധാവി DC രവി അതോടൊപ്പം തന്നെ AV ശ്രീകുമാറിന്റെയും ഒപ്പം പരാതിക്കാരുടെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടികൾ ആവശ്യമാണ് എന്നത് കണ്ടത്. അതേ തുടർന്ന് തന്നെ AV ശ്രീകുമാർ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജാമ്യാപേക്ഷയെ പോലീസ് എതിർത്തിരുന്നെങ്കിലും സാഹചര്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാമ്യത്തിന് അർഹനാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ ശ്രീകുമാറിനെ എന്തായാലും വിട്ടയച്ചിരിക്കുന്നത്. നിലവിൽ IT ആക്ട് അതോടൊപ്പം തന്നെ ഔദ്യോഗിക രേഖകളിൽ തിരുത്തൽ വരുത്തൽ വിശ്വാസ വഞ്ചന തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടായിരുന്നു കോട്ടയം ഈസ്റ്റ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃന്ദങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സനീഷ്, ശരി, നന്ദി ഗോകുൽ വിവരങ്ങൾക്ക്.